നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾക്ക് പിന്നാലെ ജയറാമിനോടും ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുങ്ങുകയാണ് വിജിലൻസ്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജയറാമിൽ നിന്ന് തന്നെ അറിയേണ്ടതുണ്ട്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ ജയറാമിൻ്റെ വീട്ടിലെത്തിച്ചു എന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നിഷേധിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് പലകയിലടിച്ചാണ് ഈ പാളികൾ കൊണ്ടുപോയത് എന്നാണ്. അത് പലകയിലടിച്ചോ അല്ലാതെയോ എങ്ങനെയാണെങ്കിലും സന്നിധാനത്തിരിക്കേണ്ട ശില്പങ്ങൾ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയതിൽ വലിയ പിശകുണ്ട് എന്നാണ് തന്ത്രി അടക്കം ഇതിന് നമ്മളോട് പറഞ്ഞത്. ഈ വിഷയത്തിൽ ജയറാമിൻ്റെയും മൊഴിയെടുക്കും എന്നുള്ളത് തീർച്ചയായും ജയറാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജയറാം ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അല്ലേ ഹരി? തീർച്ചയായിട്ടും അരുൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിപ്പോർട്ടർ TV ഇന്നലെ പുറത്തുവിട്ടത്. അതായത് 39 ദിവസത്തെ ഒരു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായി ഈ സ്വർണ്ണപ്പാളികൾ പൂശുന്നതിന് വേണ്ടി, സ്വർണം പൂശുന്നതിന് വേണ്ടി ഈ പാളികൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദിവസങ്ങളിൽ ഇതെന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള വലിയ ചോദ്യചിഹ്നത്തിന്റെ പുറകിൽ ദേവസ്വം വിജിലൻസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇന്നലെ റിപ്പോർട്ടർ TV ഈ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ, അന്വേഷണത്തിന് പോലും സഹായകമായേക്കാവുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ നടൻ ജയറാമിനെ ദേവസ്വം വിജിലൻസിലെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു. പ്രാഥമികമായ ഒരു മൊഴി ശേഖരണം നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ വിശദമായ മൊഴിയെടുക്കാൻ തന്നെയാണ് ദേവസ്വം വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജയറാമിനെ നേരിട്ട് കാണുകയോ അദ്ദേഹത്തെ വിളിപ്പിക്കുകയോ ചെയ്യും. സാധാരണഗതിയിൽ നേരിട്ട് ചെന്ന് കാണാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പക്ഷേ അതൊരു വിശദമായ മൊഴിയെടുപ്പ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം 2019 തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 5-6 മാസത്തെ പരിചയം ജയറാമിനുണ്ടായിരുന്നു. ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നേരിട്ട് ജയറാമുമായി ബന്ധപ്പെടുന്നതും ഈ പാളികൾ അവിടെ എത്തിക്കുന്നു, അമ്പത്തൂരിലെ ഫാക്ടറിയിൽ എത്തിക്കുകയും അവിടെ വെച്ച് പൂജ നടക്കുകയും പിന്നീട് വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുക. ഇതിനു മുമ്പ് എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയ ആരെങ്കിലും ഉണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിൽ ലിങ്ക് ചെയ്യപ്പെടുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ മൊഴി രേഖപ്പെടുത്താൻ കൂടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ജയറാം പൂർണ്ണമായിട്ടും അന്വേഷണത്തോട് സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളില്ല. അദ്ദേഹവും ഇതിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന 39 ദിവസത്തെ വലിയ ഒരു കാലയളവിൽ അത് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു താൽക്കാലികമായെങ്കിലും ഒരു ഉത്തരമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പാളികൾ കൊണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിൽ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും മൊഴിയെടുപ്പ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അരുൺ, താങ്ക് യു.